പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയിലൂടെയുള്ള യാത്രയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ട നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാൻ താല്പര്യപ്പെട്ടു. പാലക്കാട് കോട്ട അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ കോട്ട സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയ ഭാഗത്താണ്. ഈ കോട്ടയുടെ വിവിധ വശങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ്. പുരാവസ്തു വകുപ്പ് അവകാശപ്പെടുന്നത് ഏറ്റവും ഭംഗിയായി ഇന്ത്യയിൽ പരിചരിക്കുന്ന ഒരു കോട്ടയാണ് ഇത് എന്നാണ്. പക്ഷേ അതിൻ്റെ ചില ചിത്രങ്ങൾ ഇനി ഒന്നുകൂടി ഞാൻ കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ കാണുക, ഏറ്റവും ഭംഗിയായി തന്നെയാണോ അത് പരിപാലിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാം. 1766 പണി കഴിപ്പിച്ച ഈ കോട്ട, അഥവാ ഹൈദരലി ടിപ്പു സുൽത്താൻ്റെ പിതാവ് പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അവരിത് ഉപയോഗിച്ചു. പക്ഷേ ആ കോട്ടയുടെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി ഇങ്ങനെ നഷ്ടപ്പെട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ സ്ഥലങ്ങളൊക്കെയാണ് കുറച്ച് വൃത്തിയിലും വെടുപ്പിലും ഒക്കെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാൽ എങ്ങനെയുണ്ട് എന്നുള്ളത് വേറെയാണ്. പക്ഷേ ഇപ്പുറത്ത് കഴിഞ്ഞ 2 വർഷം വരെ പാലക്കാട് ജില്ലയുടെ സബ് ജയിലായി പ്രവർത്തിച്ചിരുന്ന ഒരു കോട്ടയുടെ ഭാഗമാണ് ഇത്. ഇടിഞ്ഞ് പൊളിഞ്ഞ് അതിൻ്റെ തറയെല്ലാം ഇളകി, ഓടൊക്കെ ഇളകി, ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല കെട്ടിടത്തിൻ്റെ കതകും മറ്റുമൊക്കെ ദ്രവിച്ചും തുരുമ്പ് പിടിച്ചും അതുപോലെ തന്നെ ഇളകിയും അതിൻ്റെ കമ്പിയും മറ്റുമൊക്കെ ഇങ്ങോട്ട് കാണുന്ന നിലകളിലേക്ക് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു കോട്ടയുടെ ഭാഗമാണ് ഇവിടെ ടിപ്പു സുൽത്താൻ കോട്ടയുടെ പ്രധാനപ്പെട്ടതും കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ജില്ലാ ജയിലായി ഉപയോഗപ്പെടുത്തിയിരുന്നതുമായ ഈ കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ അലക്ഷ്യമായി അനാസ്ഥതയോടെ മാറ്റപ്പെട്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ മെയിൻ്റനൻസുകൾ പൂർത്തിയാക്കാൻ പോലും ഇടപെടാതിരിക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിലപാട് തീർത്തും പ്രതിഷേധാർഹമാണ് എന്നുള്ളത് ഒരു ചരിത്രത്തെ സ്നേഹിക്കുന്ന ഏതൊരാളും പറഞ്ഞു പോകുന്ന നിലകളിലാണ് ഈ ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ചരിത്ര സ്മാരകമാണ് എന്നുള്ളതാണ്. ആ ചരിത്ര സ്മാരകത്തിൽ വിവിധ തരത്തിലുള്ള സർക്കാർ ഓഫീസുകളും അതുപോലെ വിവിധ തരത്തിലുള്ള ജയിൽ പോലുള്ള കാര്യങ്ങളുമൊക്കെ നടത്തുന്നു എന്നുള്ളത് വളരെ അപൂർവമായി മാത്രമേ ഇന്ത്യയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കോട്ട എന്ന നിലയിൽ അതിൻ്റെ പവിത്രതക്കും അതിൻ്റെ സംരക്ഷണത്തിനും എത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമായി തുടരുകയാണ്. പാലക്കാട് കോട്ടയെ സംബന്ധിച്ച് പിന്നീട് ചില ചരിത്രങ്ങളിൽ ചില തിരുത്തലുകൾ വരുത്താൻ ശ്രമിക്കുന്നതായി കഴിഞ്ഞ എപ്പിസോഡിലെ ഒരു ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് പല ആളുകളും അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അത് എന്തോ ഒരു അതിശയോക്തി നിറഞ്ഞ് പറഞ്ഞതാണ് എന്നൊക്കെയുള്ള തരത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം, ചരിത്രത്തിൻ്റേത് എന്ന് പറയാൻ കഴിയില്ല, തെളിവുകളൊന്നുമില്ലാത്ത ഒരു കഥയുടെ ഭാഗം വിവരിക്കുന്നത് പല ഇടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് പാലക്കാട് കോട്ട പുരാതന കാലം മുതലേ നിലനിന്നിരുന്ന ഒരു കോട്ടയാണ് എന്ന് ആരൊക്കെയോ വിശ്വസിക്കപ്പെടുന്നു എന്നാണ് ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും കോട്ടയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയോ കുറേ വിവരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ആ കോട്ടയുടെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആർട്ട് പോലുള്ള ഗാലറിയാണ്. അതിൻ്റെ ഉള്ളിലും ഒക്കെ കയറി നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കാണുക, കണ്ട ശേഷം അത് വിലയിരുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഭരണാധികാരിയായിരുന്ന അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നെങ്കിലും 18-ാം നൂറ്റാണ്ടിന് മുമ്പ് സ്വതന്ത്ര ഭരണാധികാരിയായി മാറി. 1757 അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അയക്കുകയും ഹൈദരലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു. അന്നു മുതൽ 1790 വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിന് കീഴിലായി. ബ്രിട്ടീഷുകാർ ഈ കോട്ട ആദ്യമായി പിടിച്ചടക്കിയത് 1768 കേണൽ വുഡ് ഹൈദരലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ്
ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദരലിയുടെ കോട്ടയുടെ ഭരണം തിരിച്ചുപിടിച്ചു ഹൈദരലി സ്വന്തമാക്കി. 1783 കേണൽ ഫുള്ളർട്ടൺ 11 ദിവസം കോട്ട വളഞ്ഞു വെച്ച് കോട്ട പിടിച്ചടക്കിയെങ്കിലും അതിനടുത്ത വർഷം കോട്ടയുടെ നിയന്ത്രണം ഉപേക്ഷിച്ചു. പിന്നീട് കോട്ട സാമൂതിരിയുടെ സൈന്യത്തിന് കീഴിലായി. 1790 അവസാനമായി ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചെടുക്കി. ഈ കോട്ട പുനരുദ്ധരിച്ച ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഒരു താവളമായി ഈ കോട്ടയെ ഉപയോഗിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു. 1900-ൻ്റെ തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപപ്പെടുത്തി. ഇങ്ങനെയാണ് വിക്കിപീഡിയയും മറ്റുമൊക്കെ പാലക്കാട് കോട്ടയുടെ ചരിത്രം പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനിടയിലും എന്തോ ഒരു കഥ മെനയാനുള്ള ഒരു ഭാഗം ഒളിപ്പിച്ചു വെക്കുന്ന രീതി കാണുന്നു. ഇത് അതിപുരാതന കാലം മുതൽ നൂറ്റാണ്ട് കാലം മുതൽ പാലക്കാട് നിലനിന്ന ഒരു കോട്ടയാണെന്നും ആ കോട്ട അതിൻ്റെ പഴയ ചരിത്രങ്ങളൊന്നും തന്നെ വീണ്ടെടുക്കാൻ സാധിക്കാത്ത തരത്തിൽ ലഭിക്കുന്നില്ല എന്നും, എന്നാൽ ഹൈദരലിയുടെ കാലം മുതലാണ് ഇങ്ങനെ ഒരു കോട്ടയുടെ ചരിത്രം നമുക്ക് ലഭിക്കുന്നത് എന്നുമാണ് പറഞ്ഞു വരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ കോട്ട മൈതാനം എന്നുള്ള ഒരു പ്രദേശം, കോട്ടയ്ക്കും പാലക്കാട് ടൗൺ ഹാളിനും ഇടയ്ക്കായി ഒരു വലിയ മൈതാനമുണ്ട്. ഇത് കോട്ട മൈതാനം എന്ന് അറിയപ്പെടുന്ന. ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും കുതിരകൾക്കും ലായം ആയിരുന്ന ഈ മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങൾ, പ്രദർശനങ്ങൾ, പൊതുസമ്മേളനങ്ങൾ തുടങ്ങിയവ നടത്താൻ ഉപയോഗിക്കുന്നു. കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന രാപ്പാടി എന്ന ഒരു തുറസായ ഓഡിറ്റോറിയം കോട്ടയ്ക്ക് പുറത്തുണ്ട്. കോട്ടയുടെ ഒരു വശത്തായി കുട്ടികൾക്കുള്ള പാർക്കുമുണ്ട്. ആ പാർക്കിൽ കയറണമെങ്കിൽ 25 രൂപയാണ് ഫീസ്. ഈ കോട്ടയിൽ കയറാനും 25 രൂപ ഫീസ് ഒടുക്കിയാണ് കയറാനുള്ളത്. അപ്പോൾ ഈ ആർട്ട് ഗാലറിയിൽ അവരുടെ ഇൻഫർമേഷൻ ഗാലറിയാണിത്. ഈ ഇൻഫർമേഷൻ ഗാലറിയിൽ വിവിധ തരത്തിലുള്ള കോവിലുകളുടെയും അതുപോലെ തന്നെ വാസ്തുവിദ്യയുടെയും അതുപോലെ കൊത്തുപണികളുടെയും കൽപ്പണികളുടെയും ടിപ്പു സുൽത്താൻ കോട്ടയുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. അത് എല്ലാവർക്കും കയറാനും ഫോട്ടോ എടുക്കുവാനും വീഡിയോ പകർത്താനും ഒക്കെയുള്ള അവസരമുണ്ട്. ധാരാളം ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത്തരമൊരു ഉപയോഗത്തിൻ്റെ ഭാഗമായാണ് മീഡിയ ടുഡേയുടെ ക്യാമറയിലും ഇത് പതിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മീഡിയ ടുഡേയുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യാവസാനം കാണണമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പാലക്കാട് കോട്ടയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സബ് ജയിൽ ഇപ്പോൾ മലമ്പുഴ മന്തക്കാടിലേക്ക് മാറ്റി. ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം കോട്ടയ്ക്കുള്ളിലുണ്ട്. വളരെ ചെറിയൊരു വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കിഴക്കോട്ട് ദർശനം നൽകുന്ന ഹനുമാന് വടാമല ചാർത്തുന്നത് അതിവിശേഷമാണ്. ഉപദേവതയായി ഗണപതി മാത്രമേ ഉള്ളൂ. കോട്ടച്ചന്ത, സുൽത്താൻപേട്ട, പള്ളിത്തെരുവ്, പീരങ്കിത്തെരുവ്, കർണകീയൻ കോവിൽ, പട്ടാണിപ്പാടം, പട്ടാണിത്തെരുവ്, ഡയാര സ്ട്രീറ്റ് തുടങ്ങിയവ ടിപ്പു സുൽത്താൻ കോട്ടയുമായി ബന്ധമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് പാലക്കാടിൻ്റെ ഒരു കോട്ടയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കോട്ടയുടെ ഒരു എന്താ പറയുക, ടോട്ടലി എങ്ങനെയാണ് കോട്ടയെന്നും എങ്ങനെയാണ് കോട്ടയുടെ രൂപരേഖയെന്നും കാണിക്കുന്ന ഒരു ചിത്രമാണ്. അതും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പാലക്കാട് കോട്ടയിലേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം കാണാൻ ശ്രമിക്കണം. കണ്ട് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. പഠിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്നവർക്കും നേരിട്ടുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ആ മനോഹരമായ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ്. ഒപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നമ്മൾ മീഡിയ ടുഡേയുടെ ഈ വീഡിയോയ്ക്ക് ഹൃദയം നിറഞ്ഞ ഒരു പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം.